എല്ലാവർക്കും ഗുഡ് വൈബ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നതും ഒരു 24 അവേഴ്സ് മാനിഫെസ്റ്റേഷൻ ചലഞ്ചാണ്. പക്ഷേ അതിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഞാൻ ഈ പറയുന്ന മാനിഫെസ്റ്റേഷൻ ടൂള് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും എങ്ങനെയാണ് ഇതിലൂടെ മാനിഫെസ്റ്റേഷൻ സാധ്യമാകുന്നതെന്ന് കേട്ടോ. ആദ്യമേ തന്നെ പറയാം, കാരണം നമ്മുടെ ജീവിതത്തിൽ എത്ര വട്ടമാണല്ലേ നമ്മൾ ദേഷ്യപ്പെടുന്നത്, അല്ലെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ദുഃഖങ്ങൾ നമുക്കുണ്ടാകുന്നത്, അതിനെക്കുറിച്ച് ആലോചിച്ച് മനസ്സ് ഒരുപാട് വിഷമിക്കുന്നതല്ലേ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഞാനിന്ന് മാനിഫെസ്റ്റേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഒന്ന്, നമ്മുടെ ദേഷ്യം; രണ്ട്, നമ്മുടെ വിഷമം. രണ്ടും നെഗറ്റീവ് എനർജീസാണ് അല്ലേ. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് എനർജി നമ്മളിൽ നിന്ന് കളയണമെന്ന്. പക്ഷേ ഇപ്പോൾ പറയുന്നു ആ നെഗറ്റീവ് എനർജി വെച്ച് നമുക്ക് മാനിഫെസ്റ്റേഷൻ നടത്താമെന്ന്. എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഈ രണ്ട് കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ മാനിഫെസ്റ്റേഷന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ, ഒന്ന്, ആ രണ്ട് ഇമോഷൻസും നമ്മളിൽ നിന്ന് പൊക്കഴിയും; രണ്ട്, നമുക്ക് നല്ല കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. അപ്പോൾ അതല്ലേ നല്ലത് മാനിഫെസ്റ്റേഷൻ ടൂളായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് ദേഷ്യവും നമ്മളിൽ സഹിക്കാൻ പറ്റാത്ത വിഷമം, രണ്ട് നെഗറ്റീവ് എനർജിയെ നമ്മളിന്ന് പോസിറ്റീവ് എനർജിയാക്കി മാറ്റുകയാണ്. ഈ ദേഷ്യവും വിഷമവും എന്നൊക്കെ പറയുന്നത് നെഗറ്റിവിറ്റി ക്യാരി ചെയ്യുന്നതാണല്ലേ. പക്ഷേ അതിന് നിങ്ങൾ പോസിറ്റീവ് ഡയറക്ഷനിലോട്ട് മാറ്റി നോക്കൂ. അതായിരിക്കും ഏറ്റവും പെട്ടെന്ന് നമുക്ക് മാനിഫെസ്റ്റ് ആകുന്നതും കേട്ടോ. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ വല്ലാതെ വിഷമിക്കുന്നതോ, അല്ലെങ്കിൽ എന്നും നിങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് ഈ ഒരു വിഷമം എൻ്റെ ജീവിതത്തെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് ബോധ്യമുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ന വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് എനിക്ക് വല്ലാത്തൊരു ദേഷ്യം എൻ്റെ മനസ്സിലൊരു ഇറിറ്റേഷൻ എനിക്ക് വരുന്നുണ്ട്, അതിൻ്റെ കാരണമായി ഞാൻ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോട് അനാവശ്യമായി വഴക്കിടുന്നു, അല്ലെങ്കിൽ ഞാൻ വല്ലാതെ വിഷമിക്കുന്നു, അങ്ങനെ എന്തും സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഈ രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾ അലട്ടുന്ന ഏതൊരു കാര്യമാണ് ആ സിറ്റുവേഷൻ തിരഞ്ഞെടുക്കുക കേട്ടോ. നിങ്ങളിൽ നിന്നും റിമൂവ് ചെയ്യാനുള്ളതാണ്. പകരം റിമൂവ് ചെയ്യുക മാത്രമല്ല, അതിലൂടെ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കണമെന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങളൊന്ന് ആദ്യം ഒന്ന് വിചാരിക്കുക, ആ ഒരു കാര്യം എടുക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളിലുണ്ടാകുന്ന ഒരു ബോധ്യം, നമ്മളൊരു അവയർനെസ് എന്ന് പറയും. ഫസ്റ്റ് നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അവയർനെസ്സാണ്. എന്തിൻ്റെ അവയർനെസ്സാണ്? ഇപ്പോൾ എക്സാമ്പിൾ, നിങ്ങൾ കുറേ കാലമായിട്ടൊരു ജോബിന് വേണ്ടി ട്രൈ ചെയ്യുകയാണ്, നിങ്ങൾക്ക് ഇതുവരേക്കും ജോബ് കിട്ടിയിട്ടില്ല. ആ ഒരു വിഷമം നിങ്ങളുടെ മനസ്സിലുണ്ട്. അത് പലരും നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ അവരോടുള്ള ദേഷ്യവും നിങ്ങളുടെ മനസ്സിലുണ്ട്. അതിന് ഫസ്റ്റ് എന്ത് ചെയ്യുക? അക്സെപ്റ്റ് ചെയ്യുക. എനിക്കൊരു ജോലിയില്ല, ആ ഒരു വിഷമം എൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ ആ വിഷമത്തെ അക്സെപ്റ്റ് ചെയ്യുന്നു. പലരും എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ എനിക്ക് അവരോട് ദേഷ്യമുണ്ട്, ആ ദേഷ്യത്തെയും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഫസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാരം കുറച്ച് കുറയും. നമ്മൾ അതിനെ എതിർക്കാൻ പോകുന്തോറുമാണ് നമുക്ക് നെഗറ്റിവിറ്റി കൂടിക്കൊണ്ടേ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ഈ പ്രാക്ടീസിന് മുമ്പ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ആ സിറ്റുവേഷനോട് തോന്നുന്ന ഇമോഷൻ ഈ രണ്ടിലേതാണോ അതിനെ ഫസ്റ്റ് മനസ്സിൽ പറയുക. ഞാൻ ആ ദുഃഖത്തെ അക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ അവരോടുള്ള ആ ദേഷ്യം, അല്ലെങ്കിൽ ആ ഒരു ദേഷ്യത്തെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് ഫസ്റ്റ് മനസ്സിൽ പറയുക. രണ്ട്, ചാനൽ ദ ഇമോഷൻ എന്ന് പറയും. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കുണ്ടായ ഒരു ഇമോഷനെ നമ്മൾ എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് കണ്ടുപിടിക്കണം. അതിനെപ്പോഴും നല്ലത് എന്താണെന്ന് അറിയൂ, നമ്മുടെ ഒരു കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഒരു ടൈമിൽ നമ്മുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രാക്ടീസ്, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, വൈറ്റ് പ്ലെയിൻ പേപ്പർ എടുക്കുക. എന്ത് കാര്യത്തിനെക്കുറിച്ചാണോ നിങ്ങൾക്ക് ദേഷ്യം അല്ലെങ്കിൽ ദുഃഖം വരുന്നത്, ആ സിറ്റുവേഷനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നിങ്ങളെടുത്ത സിറ്റുവേഷനെ പോസിറ്റീവാക്കി എഴുതുക. ഇപ്പോൾ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു ജോലിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളെ നിരന്തരമായി കുറ്റപ്പെടുത്തുകയാണ് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും. നിങ്ങൾക്ക് അവരോട് വല്ലാത്തൊരു ദേഷ്യമാണെന്ന് വെച്ചോളൂ ഈ കുറ്റപ്പെടുത്തൽ കാരണം. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത്, ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളുമായി വളരെ സന്തോഷകരവും വളരെ സമാധാനപരവുമായ ഒരു ജീവിതം നയിക്കുന്നതിന് നന്ദി എന്ന് പറഞ്ഞ് അതിനൊരു മാനിഫെസ്റ്റേഷൻ പോലെ എഴുതുക. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷനാക്കി രണ്ടാമത് ആ വൈറ്റ് പേപ്പറിൽ എഴുതുക. അത് എഴുതിയതിന് ശേഷം അതൊന്ന് വായിക്കുക. ഇത് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ എഴുതിയ പേപ്പറിനെ മടക്കി കൈക്കുള്ളിൽ വെച്ച് ഒരു പ്രാർത്ഥിക്കുന്ന രൂപത്തിലിരിക്കുക. കണ്ണുകളടച്ച് നിങ്ങളിപ്പോൾ സങ്കല്പിക്കേണ്ടത്, ആ ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ ഉള്ളിലുണ്ടാക്കിയ ദേഷ്യം, നിങ്ങളുടെ ഉള്ളിലുണ്ടാക്കിയ സങ്കടം, ഇത് രണ്ടും നിങ്ങളിപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്നും ആ വൈറ്റ് പേപ്പറിലോട്ട് ആ എനർജി പോവുകയാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരം ഒഴിയുന്നു. ആ ഒരു ഇമോഷൻ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ആ ഒരു പേപ്പറിലോട്ട് അബ്സോർബ് ചെയ്യുകയാണെന്നുള്ള ഒരു രീതി നന്നായിട്ടൊന്ന് സങ്കല്പിക്കുക. മനസ്സിലായോ? ഇതാണ് നിങ്ങൾ മൂന്നാമത് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ നെഗറ്റീവ് ഇമോഷൻസൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, ആ ഒരു പേപ്പറിലോട്ട് മാറ്റിയിരിക്കുന്നു.
ഇനി നാലാമത് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു നെഗറ്റീവ് ഇമോഷൻസൊക്കെ ഇപ്പോൾ പേപ്പറിലാണ്, നമ്മുടെ മനസ്സിൻ്റെ ഭാരവും പൊക്കഴിഞ്ഞു. സോ താങ്ക് യു പറയുക. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക. ശേഷം ഈ എഴുതി വെച്ച പേപ്പർ നിങ്ങൾ ചെയ്യേണ്ടത് അതിനെന്ത് ചെയ്യുക, നിങ്ങളുടെ പില്ലോയ്ക്കടിയിലേക്ക് വയ്ക്കുക. മനസ്സിലായോ? ഇത്രയുമാണ് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്ക് ലോങ് ടൈം മാനിഫെസ്റ്റേഷൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഈ ഒരു പേപ്പർ 7 ഡേയ്സ് കൂടുമ്പോൾ ഇതേ ഒരു പ്രാക്ടീസ് അതേ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്ത്, ഇപ്പോൾ ജോബൊക്കെ ആണെങ്കിൽ ലോങ് ടൈം മാനിഫെസ്റ്റേഷൻസ് ആയിരിക്കും. ഒറ്റ നൈറ്റ് കൊണ്ടൊന്നും നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ഈ ജോബിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ തേടിയ അവസരങ്ങളുണ്ടാകും. കാരണം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ധാരാളമായി ലഭിക്കാൻ എന്ത് ചെയ്യുക, ഇതേപോലെ ചെയ്യാം. ഇനി ഇന്നത്തെ ദിവസം നിങ്ങളെ അലട്ടിയ ഒരു വലിയൊരു പ്രോബ്ലംസിനാണ് നിങ്ങൾ മനസ്സൊന്ന് ഫ്രീ ആകണമെന്ന് വയ്ക്കൂ. ആ ഒരു കാര്യം ഇന്ന് എഴുതി ഇന്ന് പില്ലോയ്ക്കടിയിൽ സൂക്ഷിച്ച് ഉറങ്ങിയതിന് ശേഷം എന്ത് ചെയ്യുക, നാളെ നമുക്ക് അതിപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വ്യക്തിയാണ് നമ്മളെ നിരന്തരമായി നമ്മളെ വിഷമിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിനെ നമ്മൾ ഡെയിലി നിങ്ങൾ ഒരു 7 ഡേയ്സ് കൂടുമ്പോൾ ഒരു പ്രാക്ടീസ് ചെയ്ത് ആ വ്യക്തിയോടുള്ള ഒരു വിദ്വേഷം, ദേഷ്യം, വിഷമൊക്കെ മാറുന്നത് വരയ്ക്കും, ഹീലാകുന്നത് വരയ്ക്കും ഈ പ്രോസസ്സ് ചെയ്യുക. ഇല്ല ഇന്നത്തെ എന്നെ ബാധിച്ച ഒരു വല്ലാത്തൊരു വിഷമം, ഒരു ദേഷ്യ സ്വഭാവം അതൊക്കെ ഒന്ന് മാറ്റാനാണെങ്കിൽ ഒരു ദിവസം ഇത് നിങ്ങൾ ചെയ്താൽ മതിയാകും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ അതിൻ്റെ തീവ്രത എത്രയുണ്ടോ അത് ചെയ്യുക കേട്ടോ. എപ്പോഴും മനസ്സിൽ വിശ്വസിക്കേണ്ടത്, നമുക്കൊരു ശക്തമായ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്ന വൈബ്രേഷൻ വളരെ അധികമായിരിക്കും. അതിൽ നിന്നും ഉണ്ടാകുന്ന പെയിനും സ്വാഭാവികമായിട്ടും വലുതാണ്. പക്ഷേ ആ പെയിൻ, ആ വേദനയ്ക്കുള്ളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് വലിയൊരു പവർ കിട്ടും കേട്ടോ. ആ ഒരു പെയിൻ നിങ്ങൾ അനുഭവിക്കുമ്പോൾ അതാദ്യം മനസ്സിലാക്കുക. ശേഷം ആ പവറിനെ വളരെ ആലോചിച്ച് നമ്മുടെ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് മാനിഫെസ്റ്റേഷൻസ് ആക്കി മാറ്റുക. അതാണ് ഞാൻ ഈ പറഞ്ഞ ടെക്നിക്കിൻ്റെ ബേസ് എന്ന് പറയുന്നത്. പെയിൻ ഈക്വൽ ടു പവർ, പവർ ഈക്വൽ ടു മാനിഫെസ്റ്റേഷൻ കേട്ടോ. അപ്പം ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചൊന്ന് ട്രൈ ചെയ്യൂ. ഈ കാര്യം അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ മനസ്സിനൊരു 24 അവേഴ്സിൽ എത്ര വിഷമിക്കുന്ന മനസ്സിലായാലും 24 അവേഴ്സിൽ നിങ്ങൾക്ക് മൈൻഡ് ഒന്ന് റിലീഫാകാൻ സാധിക്കും. ഉറപ്പായിട്ടും ഈ ഒരു പ്രാക്ടീസ് ചെയ്തു നോക്കുക കേട്ടോ. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.